എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് പിണ്ടിപ്പുഴുവിൻ്റെ വണ്ട്. ഇതാണ് പിണ്ടിപ്പുഴു. എൻ്റെ പ്രിയ പ്രേക്ഷകർക്കെല്ലാം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ നിങ്ങൾ രണ്ട് ചിത്രം കണ്ടില്ലേ, പിണ്ടിപ്പുഴു അതിൻ്റെ വണ്ട്. ആ പിണ്ടിപ്പുഴു നശിപ്പിച്ച ഒരു വാഴ വെട്ടിക്കളയാണ് ഞാൻ. വേറെ വഴിയില്ല. ഏകദേശം ഒരു 10 അടി പൊക്കമുള്ള വാഴ. അപ്പം ഞാനതിന് കൊടുത്തിരുന്ന ഒരു കുത്ത് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഒരു പൈപ്പ് പോണത് കാണാം. അത് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പൈപ്പാണ്. ഇത് കൊല വന്ന് ഒരു 10 പടല ഫുള്ളായിട്ട് വിരിഞ്ഞ് കഴിഞ്ഞു. ആ വിരിഞ്ഞ് കഴിയുന്നതിന് തൊട്ട് മുമ്പായിട്ട് വാഴ ഇലകൾ മുഴുവൻ മഞ്ഞയ്ക്കാൻ തുടങ്ങി. ഒരു 5-8 നല്ല ഇലയുണ്ടായിരുന്നു, നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പച്ചയായിട്ടുള്ള ഇലകൾ. അതൊക്കെ അങ്ങനെ മഞ്ഞച്ചു. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കൊണ്ട് അതൊക്കെ ഉണങ്ങി. മഞ്ഞയ്ക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി പോയി എന്നുള്ളത്. കാരണം എനിക്ക് പരിചയമുണ്ട്. ഇതിന് മുമ്പ് 1-2 തവണ അവിടെ പറ്റിയിട്ടുണ്ട് വേറെ വാഴകൾക്ക്. പക്ഷേ അത് വരാതിരിക്കാനായിട്ടുള്ള ജൈവ കീടനാശിനി എൻ്റെ കയ്യിലുണ്ട്. ഞാനത് ഇഞ്ചക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇതെൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയി. ഞാൻ കുറച്ച് തിരക്കിൽ പെട്ടുപോയി. അതുകൊണ്ട് ഇതിന് മരുന്ന് കൊടുക്കേണ്ട കാര്യം മറന്നുപോയി. ഇല മഞ്ഞച്ച് കഴിഞ്ഞിട്ട് പിന്നെ മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല. അതിൻ്റെ പിണ്ടിപ്പുഴു അറ്റാക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അതിൽ നിന്ന് തടിയുടെ പല ഭാഗത്തുനിന്ന്, പിണ്ടിയുടെ പല ഭാഗത്തുനിന്നും ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് പുറത്തേക്ക് ഇങ്ങനെ വരുന്നത് കാണാം. അത് കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ളണം അറ്റാക്ക് സ്റ്റാർട്ടായി എന്നുള്ളത്. അതായത് പുഴു തണ്ട് തുരന്ന് തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആ സമയത്ത് ഉടനെ നമ്മൾ അതിൻ്റെ പരിഹാര മാർഗം ജൈവ കീടനാശിനികളോ മിത്രകീടങ്ങളോ എന്തെങ്കിലും ഉപയോഗിച്ച് ഉടനെ അതിന് ചികിത്സ കൊടുത്തില്ലെങ്കിൽ ആ വാഴ നശിച്ചു പോകും. അപ്പോൾ അല്പം വൈകി. അതുകൊണ്ട് ആ വാഴയും ആ കൊലയും എനിക്ക് നഷ്ടപ്പെട്ടു. വിഷമമുണ്ട്. എന്തായാലും വെട്ടി കളയല്ലാതെ വേറെ വഴിയില്ല. അത് വെട്ടി കളഞ്ഞില്ലെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് പുതിയ വണ്ടുകൾ ജനിക്കും. അത് പിന്നെ മറ്റു വാഴകളും നശിപ്പിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് പോയി ചെയ്തത്. ഇപ്പം നിങ്ങൾക്ക് കാണാം, പൊളിച്ചു. ആ പിണ്ടി ഞാൻ പൊളിച്ച് നിങ്ങളെ കാണിക്കുകയാണ്. അതിൻ്റെ ഉൾഭാഗം എല്ലാം ഉണ്ണിപ്പിണ്ടിയും അതിൻ്റെ ചുറ്റുള്ള പോളകളും ഒക്കെ തിന്നു കഴിഞ്ഞു. പുഴുക്കൾ തിന്നു കഴിഞ്ഞ് അത് മുഴുവൻ നശിപ്പിച്ച് കറുത്ത നിറയും. ഇതാണ് ജീവനുള്ള പിണ്ടിപ്പുഴു. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എടുത്ത 2 കിട്ടിയുള്ളൂ. 2-3 വെട്ടുമ്പോൾ മുറിഞ്ഞു പോയി. ഇത് മുറിയാതെ ജീവനോട് കിട്ടിയ 2 ഉള്ളൂ. ഇനിയുണ്ട്, ഉള്ളിലുണ്ടാവും. മുഴുവനും ഞാൻ ചെക്ക് ചെയ്തില്ല. ചെക്ക് ചെയ്താൽ കൂടുതൽ കിട്ടും. ഇത് ഞാൻ പ്രേക്ഷകരെ കാണിക്കാനായിട്ട് 2 എടുത്ത് കാണിച്ചതാണ്. അപ്പോൾ ഇതിന് വേണ്ടതായിട്ടുള്ള മരുന്നുകൾ കൂടുതലും ജൈവ കീടനാശിനികൾ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാനത് യൂണിവേഴ്സിറ്റി പോയിട്ട്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പോയിട്ട് അവിടെ നിന്ന് സിറിഞ്ച് വാങ്ങിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ നീഡിൽ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട് മരുന്നുകൾ. അതെന്താണ് മരുന്ന് അറിയുന്ന ആഗ്രഹമുള്ളവർ കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ അതിൻ്റെ ഫോട്ടോ അയച്ചു തരാം, അല്ലെങ്കിൽ അതിൻ്റെ പേര് പറഞ്ഞു തരാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നമുക്ക് വാഴയെ രക്ഷപ്പെടുത്താം. നേരത്തെ ചെയ്യണം. അത് ഒരു വർഷത്തിൽ 3 പ്രാവശ്യം ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ കൊച്ചു വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.